ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ BB സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ ജയിൽ നോമിനേഷൻസ് നടന്നു. ജയിലിലേക്ക് ആരൊക്കെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അതിൻ്റെയൊക്കെ എന്താണ് അപ്ഡേഷൻ എന്നുള്ള കാര്യങ്ങൾ പറയാം. അതല്ലാതെ അത് കഴിഞ്ഞിട്ട് ജയിലിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ നമ്മളുടെ പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ് ഗൈസ്. കാരണം ഇന്ന് രാത്രി 9:30 ലാലേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ എവിക്ഷനിൽ ആരാണ് ഈ വീക്കിൽ പുറത്ത് പോകുന്നത് എന്നുള്ളതും, ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്, വോട്ട് കിട്ടിയിട്ടുള്ളത്, ആർക്കാണ് ഏറ്റവും കുറവ് ജനങ്ങളുടെ ഇടയിൽ സപ്പോർട്ട് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മറക്കാതെ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടെന്ന്. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൽ ഇന്നലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നമ്മളുടെ ഷാനവാസ്, ബിന്നി, അതുപോലെ തന്നെ അഭിലാഷ്. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരിൽ ക്യാപ്റ്റൻസി ടാസ്കിൽ വിൻ ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കിലുള്ള ക്യാപ്റ്റൻ ആയിട്ടുള്ളത് ഷാനവാസ് ആണ്. അപ്പോൾ ഷാനവാസ് ആണ് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഷാനവാസും നമ്മളുടെ അനീഷും ഉള്ള ആ ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര അടിപൊളിയാണ്. കാരണം എപ്പോഴും ഷാനവാസ് ഇങ്ങനെ അനീഷിനെ ചൊറിഞ്ഞോട് നടക്കുന്നതും ഇങ്ങനെ കൂടെ നടന്ന് അതൊക്കെ രസമാണ് കാണാൻ വേണ്ടി. ചില സമയത്ത് അനീഷ് അത് ആസ്വദിക്കുന്നുമുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താ വെച്ചാല് ആ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയ്ക്ക് തന്നെ അനീഷിന്റെ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഷാനവാസ് വീഴാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി കുറച്ചധികം ഇഷ്യൂസ് ഉണ്ടായി. അപ്പൊ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എല്ലാവരും ഷാനവാസിന്റെ സൈഡ് നിൽക്കുന്നു. അപ്പൊ അനീഷിനും ഇതുപോലെ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഭാഗത്ത് ചോദിക്കാനും പറയാനൊന്നും ആരും വന്നില്ല എന്നുള്ള ആ ഒരു ടോക്കൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്തോ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ സീസണിലെ ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് ജയിലാണ്. അപ്പോൾ ഫസ്റ്റ് വീക്കിലെ ജയിലിൽ ആരൊക്കെയാണ്? അപ്പാനിയും നമ്മുടെ അനുമോളും ആണ് കിടന്നിരുന്നത്. സോ അവരെ കൊണ്ടുപോകുന്നതും ആ ജയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മളുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള, അതായത് നിലവിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷാണ്. അധികാരം കൈമാറുന്നതിന് മുന്നേ അനീഷാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളുടെ ജയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഉള്ള ആരും വിശ്വസിക്കുന്നില്ല. കാരണം കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടാണ് അനീഷിനോട് ബിഗ് ബോസ് ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ അതായത് അവർക്ക് അത്ഭുതം, ഇങ്ങേരൊന്നുമല്ല, ഇങ്ങേര് കയ്യിൽ നിന്നിട്ട് പറയണേ, ചിലതൊക്കെ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അതുപോലെ പറയാനെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ പിന്നെ അനീഷ് തന്നെയാണ് നമ്മളുടെ ജയിൽ ഉദ്ഘാടനം ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പാനി അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇവനാണ് ഉദ്ഘാടനം ചെയ്യണത്, ഞാൻ ജയിലിൽ കയറില്ല എന്നൊക്കെ. പക്ഷെ വേറെ നിവർത്തില്ല, കയറി തന്നെ ആവണം. അപ്പൊ അവര് നല്ല അടിപൊളി സെറ്റൊക്കെ ആയി, ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്. കാരണം അനീഷിന് തോന്നണം വിഷമമൊന്നുമില്ല, ജയിലിലേക്ക് പോകണമെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്നുള്ളത് അനീഷിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ജയിലൊക്കെ വളരെ മനോഹരമായിട്ട് അനീഷ് ഉദ്ഘാടനം ചെയ്യുന്നു. ബാക്കിയുള്ളവരൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ബിഗ് ബോസ് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാനായിട്ട് ഒരൊറ്റ ലഡു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലഡു എല്ലാവരും പങ്കിട്ടെടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ജയിലൊക്കെ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ 2 ജയിൽ പുള്ളികളെയും അടച്ചു, ജയിലിൽ പൂട്ടി. അനീഷിനാണെങ്കിൽ ഭയങ്കര അതിയായ സന്തോഷം. കാരണം ആദ്യത്തെ ജയില് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി, അതും അപ്പാനി ശരത്തിനെ ആദ്യമായിട്ട് അതിലോട്ട് പൂട്ടാൻ പറ്റി. ഇതിലൊക്കെ ഭയങ്കര സന്തോഷം. അതിന്റെ ഇടയിൽ കൂടെ സംഭവിക്കുന്നത് നമ്മൾ അനുമോള് അനീഷിനെ നല്ല രീതി ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര അത് ഫണ്ണി ആയിട്ടുണ്ട് കേട്ടോ. കോംബോ ഒന്നുമല്ല. പക്ഷെ അനീഷേട്ടാ എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നത്, അനീഷേട്ടൻ എവിടെ? അനീഷേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ വരില്ല, അനീഷേട്ടൻ ഞാൻ ജയിലിൽ പോകുന്ന വിഷമമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവര് രണ്ടുപേരും നമ്മുടെ ജയിലിൽ പോയിട്ട് അവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നത്, എന്തായാലും ജയിലിൽ പോകുന്ന ആൾക്കാർക്ക് കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ള പോലെ ടാസ്ക് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അരി അരയ്ക്കുക, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് കൊടുക്കാറ്. അപ്പൊ ഇത്തവണ ചപ്പാത്തി ഉണ്ടാക്കലാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇന്നലെ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ടാസ്ക്. അപ്പൊ അവര്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പുലർച്ചെ വരെ അവരിരുന്ന് ചപ്പാത്തി ഉണ്ടാക്കലായിരുന്നു. അത് പല ഷേപ്പിലാണ് ചപ്പാത്തി ആവശ്യപ്പെട്ടത്. 2 ഘട്ടം ആയിട്ടാണ് ആ ഒരു ടാസ്ക് കൊടുത്തത്. പക്ഷെ ആദ്യത്തെ ഘട്ടം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കിടന്നുറങ്ങാണ്. പിന്നെ അവര് ഇന്ന് രാവിലെ വേക്കപ്പ് സോങ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരു 10 o'clock 10:30 വരെയൊക്കെ നോക്കി, ലൈവ് കണ്ടിരുന്നു. അതുവരെ ഒന്നും കണ്ടില്ല. അതിന് ശേഷം വന്നോ എന്നുള്ളത് അറിയില്ല. ലൈറ്റ് ഒക്കെ ഓൺ ആയി, പക്ഷെ വേക്കപ്പ് സോങ് ഒന്നും ഉണ്ടായതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ അങ്ങനെയായിരുന്നു ഇന്ന് രാവിലെ. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള 2ാം ഘട്ടത്തില് എനിക്ക് തോന്നുന്നു 51 ചപ്പാത്തി ആയിട്ട് വീണ്ടും പരത്താനുണ്ടായിരുന്നു. അപ്പൊ അതും
ഇവര് രണ്ടുപേരും കൂടെ ഇരുന്ന് പരത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല താക്കീതുമായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രി ബിഗ് ബോസ് ഒരു ടാസ്ക് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച്, അതായത് നമുക്ക് പേഴ്സണൽ ആയിട്ട് ഇപ്പൊ അവരുടെ അടുത്ത് നമ്മൾക്ക് ആരെയൊക്കെയാണ് ഇഷ്ടം, ആരെയൊക്കെ ഇഷ്ടമല്ലാത്ത, അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ലാലേട്ടന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെയുള്ള ഒരാളെ കുറിച്ച് കംപ്ലൈൻസ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പേപ്പറിൽ എഴുതിയിട്ട്, ഭയങ്കര ഷോർട്ടായി എഴുതിയിട്ട്, അത് കംപ്ലൈന്റ് ബോക്സിൽ ഇട്ടിട്ട് എന്താ പറയാ സ്റ്റോർ റൂമിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും തന്നെ എഴുതുന്നുണ്ട്. എഴുതുന്ന ആൾക്കാരെ പേരിടണം, പേര് എഴുതണം, അതുപോലെ തന്നെ ആരെ കുറിച്ചാണ് എഴുതുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാരും കൂടെ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചിരുന്നത്. അപ്പൊ ഇന്ന് പകലാണെങ്കിലും വലിയ തരത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായില്ല. ആസ് യൂഷ്വൽ നമ്മളുടെ ലാലേട്ടൻ ഇന്ന് എപ്പിസോഡ് ഷൂട്ടിംഗ് ആണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ലൈവ് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊമോ, നിങ്ങളെല്ലാവരും പ്രൊമോ കണ്ടിട്ടുണ്ടാവും വീക്കെൻഡ് എപ്പിസോഡിന്റെ. ലാലേട്ടൻ നല്ല അടിപൊളി സുന്ദരനായിട്ട് വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അതിൽ കുറെ നല്ല പിങ്ക് കളറുള്ള പൂക്കളുടെ ഷർട്ടൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഭയങ്കര കലിപ്പിലാണോ ചോദിച്ചാൽ അല്ല, എന്നാലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണോ ചോദിച്ചാൽ അതുമല്ല, ഓൾമോസ്റ്റ് ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ. ലാലേട്ടൻ പ്രൊമോയില് പറയുന്നുണ്ട്, നമ്മുടെ അക്ബറിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ രേണുവിന്റെയും അക്ബറിന്റെ ഇഷ്യൂ, സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ഒരു വിളി, അത് അത്രയ്ക്ക് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആർക്കാണെങ്കിലും ശരിവെക്കാൻ പറ്റില്ല. സോ അത് നമ്മുടെ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് അക്ബറിനോട്. അപ്പോൾ അക്ബറിന് 7ന്റെ പണി അതിന്റെ പേരിൽ കിട്ടുന്നുണ്ട്. അപ്പൊ രേണുവിനോട് ചോദിക്കുമ്പോൾ രേണുവിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോ എന്താ തോന്നിയെന്ന്. അപ്പൊ രേണു പറയുന്നുണ്ട് ഞാൻ ചമ്മിപ്പോയി ലാലേട്ടാന്ന്. ഒബ്വിയസ്ലി ചമ്മിപ്പോവും. അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഞാനാണെങ്കിലും ആ സ്ഥാനത്ത് നമ്മളെ അത്രയും ആൾക്കാരുടെ മുന്നിൽ നമ്മളെ പറയുമ്പോൾ, അതും അത്ര ക്യാമറകൾ ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചമ്മിപ്പോവും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അത് ഏതൊരാൾക്കും, അതൊരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരാണെങ്കിലും. അപ്പൊ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയായി പോയി ഈ വീക്കിൽ സംഭവിച്ചത്. ആ ഒരു ഇൻസിഡന്റ് എന്തായാലും ചോദ്യം ചെയ്യുന്നുണ്ട്. അക്ബറിന് അതിൻ്റെതായ പണിയും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പണി എന്നുള്ളത് നമ്മളെ എപ്പിസോഡിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആദില ആൻഡ് നോറ, അവർക്ക് കിട്ടിയിട്ടുള്ള പേര് പൂമ്പാറ്റകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് കൊടുത്തത്, നമ്മുടെ ക്യാപ്റ്റൻ ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പി എന്നാണ് പേര് കൊടുത്തത്. അതെന്താണെന്ന് പറഞ്ഞാല് അത്രയ്ക്കും വേസ്റ്റ് ആണ് ക്യാപ്റ്റൻ, ഭയങ്കര ഇവിടെ ഒന്നുമില്ലാത്ത പോലെ തോന്നിയത് കൊണ്ട് മാത്രമാണ് അവർ ആ പേര് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക്, അതായത് തോന്നിയ രീതിയിൽ സംസാരിക്കുക, തോന്നിയ പോലെ നടക്കുക, അവരുടെ പെരുമാറ്റം തീരെ ശരിയില്ല എന്നുള്ളതാണ് അവരവിടെ പറയുന്നത്. പക്ഷെ അതിന് ലാലേട്ടൻ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ബാക്കിയുള്ളവർ പെരുമാറണം എന്ന് നിർബന്ധമുണ്ടോ? ഒബ്വിയസ്ലി അങ്ങനെയല്ലേ. ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും, പല തരത്തിലുള്ള സ്വഭാവവും പല ചുറ്റുപാടുന്ന് വരുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ എനിക്ക് ഫേവറബിൾ ആയിട്ട് എന്നെ എല്ലാവരും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കില്ല. എല്ലാവർക്കും അവരവരുടെ ക്യാരക്ടർ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാവരും നടക്കണം പറഞ്ഞാൽ അത് പിന്നെ എന്താണ്, അതിലെന്താ കാര്യമുള്ളത്? അപ്പോൾ അനീഷിനും ഫേവറബിൾ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? പിന്നെ ഈ കാർഡ്സ് ഒക്കെ എടുത്തവരിനെയൊക്കെ എന്തായാലും പുറത്താക്കി. അത് ഒറ്റയ്ക്ക് നടന്നുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒന്നും നടക്കില്ല എന്നുള്ളത് ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞതാണ് പ്രൊമോസിലൊക്കെ. അതുപോലെ തന്നെ ഇന്ന് അത് ചോദ്യം ചെയ്യും. നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ അനീഷ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് എന്താവും എന്നറിയില്ല. പിന്നെ അടുത്തത് വോട്ടിംഗ് ആണ്. ഈ വീക്കില് ഫസ്റ്റ് വീക്ക് എവിക്ഷൻ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്തായാലും എവിക്ഷൻ കാണുമായിരിക്കും. കാരണം ഒരാളെ പുറത്താക്കിയാലാണ് ബാക്കി വൈൽഡ് കാർഡ്സിന് വരാൻ പറ്റുക. ഈ വീക്ക് തന്നെ വൈൽഡ് കാർഡ് വരുമോ അതോ നെക്സ്റ്റ് വീക്ക് ആണോ എന്നുള്ളത് കൺഫേം അല്ല. പക്ഷെ ഈ വീക്ക് എന്തെങ്കിലും ഒരു ഇത് വരാൻ ചാൻസസ് ഉണ്ട്. മേ ബി റോബോട്ട് ആയിരിക്കാം, മേ ബി മനുഷ്യന്മാരിൽ ആരെങ്കിലും വൈൽഡ് കാർഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഒരു പണി എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളുടെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും ഗ്രൂപ്പായിട്ടുള്ള കളികളും അതൊന്നും ഇനി പോവില്ല. അപ്പൊ ലാലേട്ടന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട്, ഭയങ്കര വെറുപ്പീരൊന്നുമല്ല, മീൻസ് ഭയങ്കര ദേഷ്യപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നവരും ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ ഞാനും വെയിറ്റിംഗ് ആണ് നിങ്ങളെ പോലെ വീക്കെൻഡ് എപ്പിസോഡ്. അതുപോലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു രേണുവിനും അനുമോളിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് വോട്ടില്. മീൻസ് സോഷ്യൽ മീഡിയ പോളിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അത് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ ഏറ്റവും
കുറവ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ശൈത്യക്കും അതുപോലെ തന്നെ മുൻഷി രഞ്ജിത്തായിരിക്കും. അപ്പൊ ശൈത്യ അല്ലെങ്കിൽ മുൻഷി രഞ്ജിത്ത് ഇതിൽ ആരെങ്കിലും ഒരാൾ ആയിരിക്കും ഈ വീക്കിൽ എവിക്ഷൻ ഉണ്ടെങ്കിൽ എവിക്റ്റ് ആവുന്നത്. അല്ല ഈ വീക്കിലെ നോമിനേഷൻ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല, അടുത്ത ആഴ്ച പുതിയ ആൾക്കാർ നോമിനേഷനിൽ വരുമല്ലോ. അപ്പൊ എന്തായാലും കണ്ടറിയാം നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.